ഹായ് ഗൈസ്, ഈ പുഴയും കടന്ന് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യ രാത്രിക്ക് മുറിയൊക്കെ ഒരുക്കി ചുവന്ന റോസാപ്പൂ ഇതളുകൾ കൊണ്ട് റെഡിൽ ഹാർട്ടൊക്കെ ഉണ്ടാക്കി പാലും കൊടുത്ത് ഗംഗയെ റൂമിലേക്ക് അയക്കുന്നുണ്ട് സുജാതയും അച്ചമ്മയും. റൂമിനുള്ളിൽ അക്ഷമനായി കാത്തിരിക്കുന്ന വിനീതിനെയും കാണാം. അതേസമയം രാജേശ്വരി നിവിനോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒരു കള്ളക്കല്യാണം നടന്നു എന്നറിഞ്ഞല്ലോ, നീയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയത് എന്നും ഞാൻ അറിഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, ഇനി മേലാൽ അവിടെ പോകില്ല എന്ന് എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യടാ എന്ന് പറയുന്നു രാജേശ്വരി. അപ്പോൾ ഈ ആവശ്യം അമ്മയുടേതാണോ ജയപാലൻ അങ്കിളുടേതാണോ എന്ന് ചോദിച്ച് ആസിഫിന്റെ തലയിൽ തൊട്ട് നിവിൻ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഉറങ്ങി എഴുന്നേറ്റ് വന്ന ഗംഗയെ കാണുമ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, ഉറക്കമൊക്കെ സുഖമായിരുന്നോ ഗംഗമോളെ എന്ന്. അത് കേൾക്കുമ്പോൾ സുജാത പറയുന്നുണ്ട്, കാവേരി നിൽക്കുമ്പോഴാണോ ഇതൊക്കെ ചോദിക്കുന്നത് അമ്മേ എന്ന് പറയുമ്പോൾ, അവൾ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, അവൾക്ക് ഇതിൻ്റെയൊക്കെ PhD എടുത്തതല്ലേ എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നുണ്ട് അച്ചമ്മ. അതേസമയം ജയപാലൻ വിശാലുമായി പുതിയ പ്ലാൻ ഒരുക്കുകയാണ്. നീ എന്തിനും ഏതിനും എൻ്റെ കൂടെ നിന്നോളണം, നമ്മുടെ ശത്രുക്കൾ ആരാണെന്ന് അറിയാമല്ലോ അല്ലേ എന്ന് പറയുന്നു. ഇനി പുതിയ ഒരു അംഗത്തിന് കാവേരിയുമായി ഏറ്റുമുട്ടാനുള്ള പദ്ധതി ഒരുക്കുകയാണ് നമ്മുടെ ജയപാലൻ. ഇതൊക്കെയാണ് പ്രമോ റിവ്യൂ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.